വളവള പറയുന്ന വളിഞ്ഞ ന്യായവുമായി വരുന്ന ഇളിയൻ. അത്ര വേണ്ടിയിരുന്നില്ല കുഞ്ഞമ്മദേ. എന്താടാ ശൈഖുന ഞങ്ങളുടെ നേതാവ് നൗഷാദ് ഹസനി ഉസ്താദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് വളവള പറയുന്ന ഇളിഞ്ഞനായുമായി വരുന്ന വളിയൻ ഇളിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കി. അത്ര വേണ്ടിയിരുന്നില്ല, അത് വേണ്ടിയിരുന്നില്ല. ഏതായാലും നൗഷോ ഇതൊന്ന് പറയടാ, 2 വാക്ക് പറ. ഇന്നലെ ഞാനൊരു പ്രസംഗം കേട്ടു. ആ പ്രസംഗത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ഇൽമിനെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒതുക്കുങ്ങൽ ഇഹ്യാഉ സുന്നയിലെ മുദർരിസും സുലൈമാൻ ഉസ്താദിന്റെ മകനുമായ ഒരു ഹസനി, അദ്ദേഹം വിറാസത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പാലക്കാട് ഹസനിയയിൽ. നൗസു ഹസനിയയിലെത്തിക്കണപ്പേ. നൗസുങ്ങൾ എന്താ കരുതിയിരിക്കണത്? നൗസു എത്താത്ത സ്ഥലം ഉണ്ടാവുന്ന കരുതിയിരിക്കണങ്ങൾ. നൗസു ഇപ്പം ഏതെല്ലാം സ്ഥലങ്ങളിൽ കൈകാര്യം ചെയ്തു. സുബ്ഹാനല്ലാഹ്, നോളേജ് സിറ്റി മൊത്തം കൈകാര്യം ചെയ്തു. അവിടെ ചാടുന്നതും അവിടെ കുളിക്കണതും അവിടെ പെണ്ണുങ്ങൾ കഴിച്ചിട്ട് ചാടുന്നതും ആണുങ്ങൾ കഴിച്ചിട്ട് ചാടുന്നതും കുളിക്കണതും എല്ലാ രംഗങ്ങളും അവിടെ നടക്കുന്ന പൂരപ്പറമ്പുകളും മൊത്തം മറ്റേ ഞാൻ നൗസു എന്ത് ചെയ്തു, അത് പോസ്റ്റ്മോർട്ടം ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നൗസു പിന്നെ കിട്ടിയപ്പോൾ ഏത് നൗസുവിന് പിന്നെ നമ്മൾ SYS സമ്മേളനം നടത്തി. അവിടെ അമേരിക്കയിൽ നിന്ന് വന്ന അയാളെ സംബന്ധിച്ച് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിയിലാണ് നമ്മളെ സുലൈമാൻ ഫൈസി ഈ ചങ്ങായി നൗസു, ചങ്ങായി പറഞ്ഞുകൊണ്ട് നൗസു അവിടെ എന്തത്താ ഒരു ചങ്ങായിൻ്റെ പരിപാടിക്ക് മൗലൂദിന് വെള്ളിയാഴ്ച പോയിട്ട് 10 മണി മുതൽ ഉച്ച വരെ കുത്തിരിക്കണത് കണ്ടത്. സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര രസമുണ്ട്. അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? പിന്നെ നടന്നതാണ് ഇപ്പോൾ നമ്മളെ ഹസനിയ കോളേജിൽ നടക്കുന്ന പരിപാടി. ഹസനിയ കോളേജിൽ നടക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇനി ഓൻ പറയാൻ പോണത് കേട്ടോ. നോക്കാം നമുക്ക്. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിനെതിരാണ് ആ പ്രസംഗം. അഥവാ അവിടെ പാലക്കാട് ഹസനിയയിൽ പ്രസംഗിച്ചത് ആരാണെന്നറിയോ? ഓൻ്റെ ഉസ്താദാണ് കേട്ടോ. ഇഹ്യാഉ സുന്നയിലെ ഓൻ്റെ ഉസ്താദാണ്. ആ ഉസ്താദാണ് ഇപ്പോൾ ഓൻ തിരുത്തുന്നത്. അതിന് മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി, തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ സുന്നത്ത് ജമാഅത്തിനെതിരാണ്. നോക്കുക. നിങ്ങളുടെ അധ്യാപകനല്ലേ എന്ന് ചോദിക്കണ്ട. അതിന്റെ മറുപടി നേരത്തെ ഇമാം സുബ്കി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ അധ്യാപകനല്ലേ എന്ന് ചോദിക്കണ്ട. അഥവാ നിങ്ങളെ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ നൗഷാദിന്റെ ഉസ്താദ്. അധ്യാപകൻ എന്നോട് ഉദ്ദേശിക്കുന്ന ഉസ്താദ് എന്നുള്ളിടത്ത് പോയി എന്ത് ചെയ്താണ്? അങ്ങനെ ആക്കിയതാണ്, അധ്യാപകൻ എന്നാക്കിയതാണ്. അധ്യാപകനല്ലേ എന്ന് ചോദിക്കണ്ട. കാരണം അതിന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വല്ലാത്തൊരു അനക്ക് നൗഷാദെ ഉറക്കാത്ത കയ്യില്ല കേട്ടോ, അനക്കുറക്കാത്ത കയ്യില്ല. സുബ്ഹാനല്ലാഹ്, ഇജി ഇബ്ലീസിനെ വരെ തോൽപ്പിച്ചു എന്നാ തോന്നുന്നത്. അർത്ഥം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചോദിച്ചാൽ മതി. ഇജാരെങ്കിലും കാർ പോർച്ചിൽ നിങ്ങാണ്ട് കുറുകുറു എന്ന് പറയണീന് അതിനർത്ഥം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞതും കൊണ്ട് ഉത്തരിക്കല്ലേ എനിക്ക്. അതിനെൻ്റെ കാട്ടുകള്ളനോട് ചോദിച്ചോക്കെ. കാട്ടുകള്ളനെ അറിയില്ല. കാട്ടുകള്ളനോട് ചോദിച്ചാൽ മതി എന്ന് പറയില്ല. കാരണം കാട്ടുകള്ളനെ അർത്ഥം വെക്കാൻ അറിയില്ലല്ലോ. എന്താണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്? അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ഇൽമു കിട്ടുന്നവർ അമ്പിയാക്കന്മാരാണ്. അല്ലാത്തവരൊക്കെ പഠിച്ച് അധ്വാനിച്ച് ഉണ്ടാക്കുക തന്നെ വേണം, അല്ലാതെ ഇൽമു കിട്ടൂലാതാണ്. ഉമ്മിയായ മശായിഖന്മാരെ മുഴുവനും തള്ളിക്കളഞ്ഞ് എങ്ങോട്ടായി പോക്ക്? അദ്ദേഹം പറയുന്നത് കേൾപ്പിച്ചു കൊടുക്കുക. അദ്ദേഹം പറയുന്നത് കേൾപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ആരാണറിയോ? സുലൈമാൻ ഉസ്താദിൻ്റെ മകൻ ഇഹ്യാഉ സുന്നയിൽ ഈ ഹംക്കിൻ്റെ ഉസ്താദാണ് നൗഷാദിൻ്റെ. ആ ഉസ്താദിൻ്റെ പ്രസംഗമാണ് ഇനി കേൾപ്പിച്ചു കൊടുക്കുക. അതാണ് ഇപ്പം ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യണത്. നൗഷോ മോനെ, ഇതൊന്നും അതിനായിട്ടില്ലടാ. സുലൈമാൻ ഉസ്താദിൻ്റെതൊന്നും സുലൈമാൻ ഉസ്താദിൻ്റെ മക്കളതും ഇജ് പറയണത് മുഴുവൻ വിഡ്ഢിത്തരാണ്. ഇജ് എന്തിച്ച് തൊള്ള തുറന്നത് വിഡ്ഢിത്തരാണ്. അത് മനസ്സിലാക്കണില്ല.
പക്ഷെ ഇച്ചിങ്ങനെ പറയുന്നതിന് ആരെങ്കിലും മറുപടി പറയണത് ആരെങ്കിലും പറയുന്നുണ്ടോ? ഞങ്ങളിങ്ങനെ വെറുതെ അന്നെങ്ങനെ പറയുന്നുണ്ട് എന്നല്ലാതെ നേതൃത്വം ആരും പറയില്ല. കാരണം അങ്ങനത്തെ ആളാണ്. എനിക്കൊക്കെ മറുപടി തരുന്ന ഓർക്ക് പിരാന്ത. പിഴച്ച ത്വരീഖത്തുകാർ എന്ന് അവകാശപ്പെടുന്നവർ എതിർക്കുക, പഠനത്തെ കിതാബോതുന്നതിനെ എതിർക്കും. ഞാൻ റയീസുൽ ഉലമ പറയുന്നത് കേട്ടിട്ടുണ്ട്. മഹാനായ കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ കാണാൻ വേണ്ടി റയീസുൽ ഉലമ പോകുമ്പോൾ എടപ്പാളിൽ ബസിറങ്ങിയപ്പോൾ അവിടെ ഒരു പച്ച ധരിച്ച ആളെ കണ്ടു. അയാൾ എന്താണ് ജോലി എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ദർസാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താ പറഞ്ഞത്? 1,24,000 അമ്പിയാക്കന്മാർക്ക് ഓതിപ്പടിക്കാതെ അറിവ് കൊടുത്ത അല്ലാഹു തആലയല്ലേ ഇന്നുള്ളത്. പിന്നെ ഇതിനാ ഓതി പഠിക്കണ്, ഇതിനാ ഓതിക്കൊടുക്കണ്. ആ അല്ലാഹു തആല അറിവ് തരുമല്ലേ? ഇത് പിശാചിന്റെ നല്ലൊരു വാദമാണ്. റയീസുൽ ഉലമ മറുപടി പറഞ്ഞു, 1,24,000 നബിമാർക്കല്ലേ അല്ലാഹു തആല പഠിക്കാതെ കൊടുത്തിട്ടുള്ളൂ. അവരുടെ അനുയായികളും ബാക്കിയുള്ളവർക്ക് മുഴുവൻ അനുയായികൾക്കൊക്കെ അവർ പഠിപ്പിക്കുന്നു, ബാക്കിയുള്ളവർക്കൊക്കെ പഠിപ്പിക്കുന്നു. പഠിപ്പിച്ചിട്ടല്ലേ പഠിയുന്നത്. എല്ലാവർക്കും അല്ലാഹു തആല വഹി കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ അയാൾ മിണ്ടിയില്ല. ആ സംഭവം എടുക്കട്ടെ, നമുക്ക് ബയാൻ ചെയ്യേണ്ടതും വിശദീകരിക്കേണ്ടതുണ്ട്. ആ സംഭവം അവിടെ ഇരിക്കട്ടെ. ആ സംഭവം നമുക്ക് ബയാൻ ചെയ്യാനും വിശദീകരിക്കാനും ഉണ്ട്. നൂഷോ ആയിട്ടില്ലടാ, ഇനി ആയിട്ടില്ല. ഇജെന്താ കരുതിയിരിക്കണത്? ഇജിപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് നടക്കണേന് എന്തുകൊണ്ടാണ് ഞങ്ങളെ നേതൃത്വം മറുപടി തരാത്തറിച്ച്? കാരണം ഇജന് മറുപടിക്ക് അർഹിക്കുന്ന രൂപത്തിലുള്ള പ്രസംഗമൊന്നും നടക്കുന്നില്ല. ആദർശ മുന്നേറ്റം എന്നുള്ളത് ബാക്കിൽ എഴുതിയാണ്ട് ഇജ് വെറും തൊള്ളി തോന്നിയതല്ലേ പറയണത്. അത് ഏതുപോലെ ഉപ്പും ചാക്കിൻ്റെ പഞ്ചസാര ചാക്കിൻ്റെ മുകളിലത് ഉപ്പാണ് എഴുതിച്ചതുപോലെയാണ്. പഞ്ചസാര ചാക്കിൻ്റെ മുകളിലത് ഉപ്പാണ് എഴുതിച്ചിട്ട് എറുമ്പല്ലാതിരിക്കൂലെന്നല്ലേ എന്നതുപോലെ ഉപ്പും ചാക്കിൻ്റെ മുകളിലത് പഞ്ചസാര എന്ന് എഴുതി വെച്ചാൽ എറുമ്പ് ചൊല്ലൂല്ല. ചൊല്ലുവോ? ഇല്ല, അതൊന്നുമില്ല. ഇജ്ജ് അങ്ങനെ മനസ്സിലാക്കണം അതൊക്കെ. അപ്പോൾ ഇജെന്താ അറിയോ, എൻ്റെ പൂതി ഇജിങ്ങനെ ഒച്ചട്ടീനെ കൊണ്ട് നേതൃത്വം ഇജ് എന്ത് പറഞ്ഞാലും ശരി, ഇജ് എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഞങ്ങളെ നേതൃത്വം എനിക്ക് എൻ്റെ ഈ ആദി പിന്നെ ഉളുപ്പില്ലാത്ത എനിക്ക് അഥവാ എന്താ പറയുക, ഉളുപ്പ് എന്ന് പറഞ്ഞത് എൻ്റെ കൗമിനിക്കില്ല. അങ്ങനത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യൂല, മറുപടി നേതൃത്വം നൽകൂല. പിന്നെ ഞങ്ങളൊക്കെ അവിടെയും ഇവിടെയും കുത്തിരുന്നിട്ട് ഇങ്ങനെ പറയണ എന്താ പറയുക, ഞങ്ങളിത് ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണ്ട. എൻ്റെ ഈ പൊട്ടത്തരം കേൾക്കുമ്പോൾ ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ചങ്ങായി പറയണ എന്താ പതി എന്നുള്ള ആൾക്കാർ ഇപ്പം എന്നോട് കുറേ ആൾക്കാരും ചോദിക്കലുണ്ട്, ഇപ്പം മൂല്യരനല്ലേ നൗഷാദിനെ പറ്റിയിട്ട് പലരും ഇപ്പം മൂല്യരനല്ലേ, ഇവരൊരു റൗഡിയറ്റാണോ എന്ന് ചോദിക്കണ പല ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രസംഗം കേൾക്കുമ്പോൾ കുഞ്ഞാമീൻ്റെ ഓൻ്റെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഒരു റൗഡിത്തരം വാക്ക് പോലെയാണ്, റൗഡിത്തര വാക്കാണ് വലുതൊക്കെ. അപ്പോൾ അതിനൊന്നും പണ്ഡിതന്മാരെന്ത് ചെയ്യൂല, മറുപടി തരൂല. മറുപടി തരിക എനിക്ക് മറുപടി അറിയിക്കണമെന്നല്ല, കാരണം ഇനി ഏതായാലും അൽഹംദുലില്ലാ കഴിച്ചിലായി. കാരണം എല്ലാവരെയും പറഞ്ഞതുകൊണ്ട് റയീസുൽ ഉലമനെ പറഞ്ഞു, റയീസുൽ ഉലമൻ്റെ മകനെ പറഞ്ഞു, എൻ്റെ ഉസ്താദിനെ പറഞ്ഞു, AP ഉസ്താദ്, ഇനി പറയാൻ ബാക്കി ആരും ഇല്ലല്ലോ. അൽഹംദുലില്ലാ ജിഫിരി മുത്തുക്കോയ തങ്ങൾ എല്ലാവരെയും പറഞ്ഞു. ഇനി പറയാൻ ആരും ബാക്കിയില്ല. അതുകൊണ്ട് എൻ്റെ ഈ 3 ആൾക്കാരും സുന്നത്തമായത്തും പറയാം, ബാക്കിയുള്ളവരൊക്കെ പിഴച്ചതാണെന്നുള്ള വാദം അൽഹംദുലില്ലാ കുറേ ആളുകൾക്ക് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇജ് കള്ളനാണ് എന്നല്ല, പെരുങ്കള്ളനാണെന്നുള്ളത് ബോധ്യപ്പെട്ടു. മാത്രമല്ല എൻ്റെ അടുത്ത് ഒരു ഇസ്ലാമിൻ്റെ ഒരു ആശയവും ഇല്ല. ഇസ്ലാമിൻ്റെ ഒരു ആശയവും എൻ്റെ അടുക്കലില്ല. ഇജ് ബൽആം ബിൻ ബഊറനെ പോലെയായി പോയവനാണ് എന്നുള്ളത് ആർക്ക് ബോധ്യപ്പെട്ടു? ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇനി
എത്ര കളിച്ചിട്ടും കാര്യമില്ല. എന്നാലും ഓൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പും കൂടി നമുക്ക് കേട്ട് നോക്കാം. هل يستوي الذين يعلمون والذين لا يعلمون صدق الله العظيم. നിങ്ങൾക്ക് എങ്ങനെ ഓരോന്നിനെ കിട്ടണത്? അതല്ലേ ഞങ്ങളെ കഴിവ്. കണ്ടില്ലേ അതേ മാതൃക്കത്തൊരു ഒറ്റ കുട്ടി എൻ്റെ അടുത്തേക്ക് വരൂലേ, അതല്ലേ രസം. ഞങ്ങളടുത്ത് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇതെന്താ കരുതിയത്? ഞാൻ അയാളെ ഒരുപാട് പ്രസംഗം എടുത്ത് നോക്കി, മുഴുവൻ തബ്ലീഗ് നേതാക്കളുടെയും സ്തുതിയാണ്. ഇപ്പം എന്താ പറയുക, ഞങ്ങൾക്ക് ആരെ കൊണ്ടുവരാനും പേടിയില്ല. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ വെച്ച് പറഞ്ഞോളൂല്ലോ. അനക്കും എന്തെങ്കിലും പണി വേണ്ട, പിന്നെ ന്യൂസോ അരി വാങ്ങണ്ടേ, അപ്പം എനിക്ക് അരി വാങ്ങാൻ വേണ്ടിയിട്ടില്ല ശരിയൊരു പദ്ധതി ഞങ്ങൾ എടുത്തു തരാണ്. നിഷേധിച്ചു വന്നാൽ ഒന്നിന് പിന്നിൽ ഒന്നായി ഞങ്ങൾ ഇട്ട് തരും. നിഷേധിക്കണം എന്തിനാ അതിൻ്റെ ആവശ്യം? നിഷേധിക്കേണ്ട ആവശ്യം ഇച്ചങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ അതന്നെയല്ല ശരി. ഓ പേടിയാണ്. ഇടല്ല, ഞങ്ങൾ നിഷേധിക്കണില്ല കേട്ടോ, നിഷേധിക്കണില്ല. തബ്ലീഗ് ജമാഅത്തിനെ വാനോളം പുകഴ്ത്തുന്ന ഇദ്ദേഹത്തെയാണോ നിങ്ങളുടെ കുട്ടികളുടെ സനത് കൊടുക്കുന്ന സമ്മേളനത്തിൽ കൊണ്ടുവരാൻ കിട്ടിയത്? അതൊക്കെ ഞങ്ങളിഷ്ടല്ലേ, ആരെ കൊണ്ടുവരണമെന്ന് തീരുമാനിക്കല്. ചിലപ്പോൾ അയാൾ അങ്ങനത്തെ ആളാണ്. ഇനി ചിലപ്പോൾ ഞങ്ങൾ അതിലും വലിയ ആൾക്കാരൊക്കെ കൊണ്ടുവരും. ഇജ്ജെൻ്റെ പണി നോക്കാം, ഇജ്ജ ചോദ്യം ചെയ്യാച്ചാറ് വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒഴിവാക്കണ്ട, ഞങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതാണ്. മോനെ നൗസോ, അങ്ങനെ ഒഴിവാക്കിയ ഒരു വീഡിയോ എനിക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഞങ്ങൾ ഏത് സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയ സംഗതികളും അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാവും. ചാനലിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാവും. എൻ്റെ മാതിരി പ്രസംഗിച്ച് പകുതി ആയുമ്പാട് ആ ചാനൽ കട്ടാക്കിയാണ്ട് പോകുന്ന പരിപാടിയൊന്നും ഇക്കൂട്ടർക്കില്ല കേട്ടോ. ഇത് നന്നാൽ തീയിൽ മുളച്ചത് വെയിലത്ത് വാട്ടാൻ വേണ്ടിക്കൊണ്ട് ഒരു കുറേശ്ശി നോക്കിയിട്ട് കാര്യമില്ല, നടക്കൂല. അന്നീനും വലിയ തമ്പുരാക്കന്മാരൊക്കെ നോക്കിയടാ, എന്നിട്ടൊന്നും നടന്നിട്ടില്ല. എന്നിട്ടാ പിന്നെ ഇജ്ജും എൻ്റെ കുഞ്ഞേമതും എൻ്റെ സമതും അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല. ഇവിടെ കണ്ണിയല ത്വരീക്കത്തിൽ ഉണ്ടായിരുന്നു കുറേ ആളുകൾ. അത് കാന്തപുരം ഉസ്താദിനെ പിന്നെ ഒന്നും പറയാതെ പോയത് കൊണ്ട് കണ്ണിയല ത്വരീക്കത്തിൽ കാന്തപുരം വിഭാഗത്തിൻ്റെ ഒരുപാട് ആളുകൾ, എനിക്കറിയാവുന്ന ഒരുപാട് സഖാഫികൾ കണ്ണിയല ത്വരീക്കത്തിലുണ്ടായിരുന്നു. ഒരുപാട് സഖാഫികൾ മരിച്ചിട്ടും ഇപ്പോഴും അതിൽ സ്ഥിതി ചെയ്യുന്ന ഒരുപാട് സഖാഫികളുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ കാന്തപുരം ഉസ്താദിനെ അംഗീകരിക്കുന്നവരുമാണ്. ആ സമയത്ത് എൻ്റെ ത്വരീക്കത്തിൽ, എൻ്റെ കാട്ടുകളുടെ ത്വരീക്കത്തിലും അൽഹംദുലില്ലാ കഴിഞ്ഞ ഒരു മാസം മുന്നേ വരെ ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പം എന്തേ ഒരുപാട് ആളുകൾ ഒഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഒഴിയാനുള്ള കാരണം ഈ കാന്തപുരം ഉസ്താദിനെ പറയൽ തുടങ്ങി, ഖലീൽ ബുഖാരി തങ്ങളെ പറയൽ തുടങ്ങി, അതുപോലെ സുലൈമാൻ ഉസ്താദിനെ പറയൽ തുടങ്ങി, സുലൈമാൻ ഉസ്താദിനെ മോനെ പറയൽ തുടങ്ങി. ഇങ്ങനെ പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾക്ക് മനസ്സിലായി ഇത് ശരിക്ക് ശൈത്താൻ തന്നെയാണ്, ഇത് ശരിക്ക് ശൈത്താനാണെന്ന് ബോധ്യപ്പെടലോടുകൂടെ എൻ്റെ ആളുകൾ നിന്നിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. നൗസോ അൽഹംദുലില്ലാ, നീ പറയൽ നിർത്തരുത്, നീ തുടരണം, ഇനിയും തുടരണം. തുടരാൻ വേണ്ടിക്കൊണ്ട് എന്തൊക്കെയാണോ നിനക്ക് ചെയ്തു തരേണ്ടത് അത് മുഴുവൻ ചെയ്തു തരാൻ ഞങ്ങൾ തയ്യാറാണ്. നീ ഒരിക്കലും നിർത്തരുത് കേട്ടോ മോനെ നൗസോ. മറ്റോലെയും ആദ്യം ഓലെ രണ്ടാളെ കൊണ്ടും കുഞ്ഞാമീനെ കൊണ്ടും സമദിനെ കൊണ്ടും എന്ത് ചെയ്യുക, ഒരു രണ്ടിങ്കിലാ വിളിപ്പിക്കുക, നല്ലോണം പറയിപ്പിക്കുക. അതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, ഏതെങ്കിലും കാർ പോർച്ച് വെച്ചിട്ട് അങ്ങോട്ട് ഒച്ചട് പറയുക കേട്ടോ, മറക്കണ്ട ഇൻഷാ അല്ലാഹ്. പിന്നീട് നമുക്ക് ഇനി അടുത്തേക്ക് കാണാം, കുറച്ചും കൂടി പറയാനുണ്ട്. ഏതായാലും